അടുത്തിടെയായി അവരുടെ നഗരത്തിൽ പതിവായി കാണപ്പെടുന്ന ഉൽക്കാവർഷത്തിന്റെ പ്രതിഭാസത്തെക്കുറിച്ച് ഒരു അധ്യാപകൻ വിശദീകരിക്കുന്നിടത്താണ് ഇത് ആരംഭിക്കുന്നത്. ക്ലാസ് മുറിയിൽ ജൂലിയ എന്നും അവളുടെ കൂട്ടുകാരി സ്വെറ്റ്ലാന എന്നും പേരുള്ള രണ്ട് സുന്ദരികളെയും ഗൂഗിൾ എന്നു പേരുള്ള ഒരു പുസ്തകപ്പുഴുവെയും ഞങ്ങൾ പരിചയപ്പെടുന്നു. ജൂലിയ വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ വൈകുന്നേരം നടക്കാൻ പോകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉൽക്കാവർഷം കാണാൻ അനുവദിക്കണമെന്ന് സൈനിക ഉദ്യോഗസ്ഥനായ കേനൻ ലെബെഡെവിനോട് അവൾ ആവശ്യപ്പെടുന്നു. എങ്കിലും ജൂലിയയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയം കാരണം അവളുടെ അച്ഛൻ അനുമതി നിഷേധിക്കുന്നു. ഇത് ജൂലിയയെ നിരാശപ്പെടുത്തുന്നു. തുടർന്ന് അവൾ തന്റെ കാമുകനായ ആർതെമിനെ വിളിക്കുന്നു. അതേസമയം ഭൂമിക്ക് പുറത്ത് ഒരു അന്യഗ്രഹ പേടകം പെട്ടെന്ന് ഒരു ഉൽക്കാശിലയിൽ ഇടിച്ചു തകരുകയും അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പറന്നുപറക്കുന്ന അന്യഗ്രഹ കപ്പൽ സൈനിക റഡാറുകൾ പെട്ടെന്ന് കണ്ടെത്തുകയും അത് മണിക്കൂറിൽ 500 മുതൽ 900 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്നും വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും കണക്കാക്കുന്നു. സൈന്യം ഉടൻ തന്നെ 2 പോർവിമാനങ്ങളെ അന്യഗ്രഹ പേടകത്തെ സമീപിക്കാൻ അയക്കുന്നു. അതിനിടെ ആർടെം കൂട്ടിക്കൊണ്ടുപോയ ശേഷം ജൂലിയ ഒടുവിൽ പുറത്തിറങ്ങാൻ തീരുമാനിക്കുകയും ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് തന്റെ കൂട്ടുകാരി സ്വെറ്റ്ലാനയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. വളരെ അപൂർവമായ ഉൽക്കാവർഷത്തിന് ധാരാളം ആളുകൾ സാക്ഷ്യം വഹിക്കുന്നതായി കാണുന്നു. ജൂലിയയും ആർടെമും പിന്നീട് സ്വെറ്റ്ലാനയുടെ മുറിയുടെ താക്കോൽ ലഭിച്ച ശേഷം ഒരു മുറിയിലേക്ക് പോകുന്നു. അതേസമയം സ്വെറ്റ്ലാന ഒറ്റയ്ക്ക് സംഗീതം ആസ്വദിക്കുകയും ബൈനോക്കുലറുകൾ ഉപയോഗിച്ച് ഉൽക്കാവർഷ പ്രതിഭാസം ആസ്വദിക്കുകയും ചെയ്യുന്നു. അതിനിടെ അന്യഗ്രഹ പേടകത്തെ പിന്തുടർന്നിരുന്ന 2 പോർവിമാനങ്ങൾക്ക് മിസൈലുകൾ തൊടുത്തുവിടാൻ ഉത്തരവ് ലഭിച്ചു. ഇത് അന്യഗ്രഹ കപ്പലിന് കൂടുതൽ ഗുരുതരമായ കേടുപാടുകൾ വരും. ഉൽക്കാവർഷം കാണാൻ ഒത്തുകൂടിയ ആളുകൾ അന്യഗ്രഹ ജീവികളുടെ വാഹനം തങ്ങളുടെ അടുത്തേക്ക് വരുന്നതു കണ്ടപ്പോൾ പരിഭ്രാന്തരായി സ്വയം രക്ഷിക്കാനായി ചിതറിയോടി. അതിനിടെ ദ്വിനേത്രദർശിനിയിലൂടെ ഉൽക്കാവർഷം കണ്ടുകൊണ്ടിരുന്ന സ്വെറ്റ്ലാന തന്റെ അടുത്തേക്ക് ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകം പതിക്കുന്നത് വൈകിയാണ് അറിഞ്ഞത്. തൽഫലമായി കെട്ടിടത്തിനു മുകളിൽ ഉണ്ടായിരുന്ന സ്വെറ്റ്ലാനയെ അന്യഗ്രഹ ജീവികളുടെ വാഹനം ഇടിച്ചു. ജൂലിയയും ആർടെമും ഇരുന്ന കെട്ടിടം തകർന്നുവീണതിനെ തുടർന്ന് ഞെട്ടിപ്പോകുകയും അത് അവരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാൻ കാരണമാവുകയും ചെയ്തു. അന്യഗ്രഹ കപ്പൽ തകർന്നുവീണ ശേഷം സൈന്യം പേടകത്തിനടുത്തേക്ക് നീങ്ങി ഭീഷണികളെ നേരിടാൻ നിരവധി സൈനികരെ തന്ത്രപരമായ സ്ഥാനങ്ങളിൽ വിന്യസിച്ചു. കേനൻ ലെബെദേവും പോഗിൻ എന്നു പേരുള്ള മറ്റൊരാളും ചേർന്ന് അന്യഗ്രഹ ജീവികളുടെ കപ്പലിനടുത്തേക്ക് നീങ്ങി. അപ്പോൾ ഒരു അന്യഗ്രഹ ജീവി അതിൽ നിന്ന് പുറത്തുവന്നു. അതിനുശേഷം അവർ പരസ്പരം അഭിമുഖീകരിച്ചു. കേനൻ ലെബെദേവിനെയും പോഗിനെയും ഉപദ്രവിക്കാൻ അന്യഗ്രഹ ജീവിക്ക് ഉദ്ദേശമില്ലെന്ന് വ്യക്തമായിരുന്നു. വാസ്തവത്തിൽ പോക്കിൻ എന്താണ് പറയുന്നതെന്ന് അന്യഗ്രഹജീവിക്ക് മനസ്സിലായതുപോലെ തോന്നി. ദൗർഭാഗ്യവശാൽ ആദ്യം മുതലേ പരിഭ്രാന്തനായിരുന്ന പോക്കിൻ പെട്ടെന്ന് ബോധം കെട്ടുവീണു. അതിനുശേഷം മാത്രമാണ് ഏലിയൻ കേനൻ ലെബെദേവുമായി ആശയവിനിമയം നടത്തിയത്. സൈനിക ആസ്ഥാനത്ത് കേനൻ ലെബെദേവ് മുതിർന്ന ഉദ്യോഗസ്ഥരോടെല്ലാം ഏലിയനു റഷ്യൻ ഭാഷ സംസാരിക്കാൻ കഴിയുമെന്നും അനാവശ്യമായ അപകടങ്ങൾ ഒഴിവാക്കാൻ മനുഷ്യരാരും അതിന്റെ ബഹിരാകാശ കപ്പലിനെ സമീപിക്കരുതെന്നും വിശദീകരിച്ചു. എങ്കിലും അന്യഗ്രഹജീവിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആശങ്കയുള്ള ചില ഉദ്യോഗസ്ഥർ മുൻകൂർ ആക്രമണം നടത്തണമെന്ന് വാദിച്ചു. ലെബെദേവ് അവരെ ബോധ്യപ്പെടുത്തി തൽക്കാലം കാത്തിരുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതാണ് നല്ലതെന്ന്. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്യഗ്രഹജീവിയുമായി ഒരു യുദ്ധം ഒഴിവാക്കുക എന്നതാണ്. ഈ അഭിപ്രായം പിന്നീട് പ്രസിഡന്റും അംഗീകരിച്ചു. രംഗം ആശുപത്രിയിലേക്ക് മാറുന്നു. അവിടെ ജൂലിയ അബോധാവസ്ഥയിലായിരുന്ന ശേഷം ഒടുവിൽ ഉണരുന്നു. ജൂലിയ പിന്നീട് സ്വെറ്റ്ലാനയുടെ സാധനങ്ങൾ അവളുടെ അടുത്ത് കണ്ടെത്തുന്നു. ഇത് അവളുടെ കൂട്ടുകാരി മരിച്ചുപോയെന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം അവൾ പുറത്തിറങ്ങി അവളുടെ മുറിയുടെ മുന്നിൽ ഉറങ്ങുന്ന ഒരാളെ കാണുന്നു. തന്റെ കൂട്ടുകാരിയുടെ ജീവനെടുത്ത അന്യഗ്രഹ ജീവികളുടെ കപ്പലിനോട് പ്രതികാരം ചെയ്യണമെന്ന് ആർടെമിനോട് പറയുന്നു. അതിനിടെ അന്യഗ്രഹ കപ്പൽ തകർന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ സൈന്യം സുരക്ഷിത മേഖല സ്ഥാപിച്ചിട്ടുണ്ട്. റേഡിയസ് സോണിനുള്ളിലെ എല്ലാ താമസക്കാരോടും ഒഴിഞ്ഞുപോകുവാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ചില അഭയാർത്ഥികൾ വിസമ്മതിക്കുകയും അവരുടെ വീടുകളിൽ താമസിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ജൂലിയ വീട്ടിലിരുന്ന് അച്ഛന്റെ സേഫിൽ നിന്ന് ഒരു കൈത്തോക്ക് എടുക്കുന്നു. അതിനുശേഷം അവൾ ആർടെമിന്റെ ആസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ അവൻ ഇപ്പോൾ തന്റെ കൂട്ടാളികളുമായി ഒത്തുചേരുകയാണ്. അതിനുശേഷം അവർ ഇവിടെ നിന്ന് അന്യഗ്രഹ ജീവികളുടെ കപ്പലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു. ആർടെമും സുഹൃത്തുക്കളും അന്യഗ്രഹ ജീവി വിരുദ്ധ വികാരങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടാക്കുകയും അത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. രാത്രി അടുത്തടുത്തുവരുന്തോറും അവർ പതുക്കെ ഒരു കെട്ടിടത്തിലേക്ക് നീങ്ങി. യാത്രയ്ക്കിടയിൽ സുരക്ഷയ്ക്കായും സൈനിക പട്രോളിംഗ് ഒഴിവാക്കാനും ആർടെം ജൂലിയോട് ഒരു കാറിനുള്ളിൽ ഒളിച്ചിരിക്കാൻ ആവശ്യപ്പെട്ടു.
അതിനിടെ ആർടെമും സുഹൃത്തുക്കളും ഒരു കടയിൽ പ്രവേശിച്ചു. അവിടെ അവർ അന്യഗ്രഹ കപ്പലിൽ നിന്നുള്ളതെന്ന് സംശയിക്കുന്ന ഒരു വിചിത്ര വസ്തു കണ്ട്. ആർടെമിന്റെ അറിവില്ലാതെ ജൂലിയ സ്വെറ്റ്ലാനയുടെ മുറിയിലേക്ക് പോയി. അത് ഇപ്പോൾ താറുമാറായി കിടക്കുകയായിരുന്നു. ജൂലിയ തന്റെ കൂട്ടുകാരിയുടെ ചിത്രം നോക്കിയിരിക്കുമ്പോൾ അവൾക്ക് അടുത്തേക്ക് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അത് അന്യഗ്രഹജീവികളിൽ ഒരാളാണെന്ന് പിന്നീട് മനസ്സിലായി. ഞെട്ടിപ്പോയ ജൂലിയ അറിയാതെ അതിനുനേരെ വെടിയുതിർത്തു. അത് വഴുതിപ്പോകാനും വീഴാനും കാരണമായി. ഭാഗ്യവശാൽ ജൂലിയെ അന്യഗ്രഹജീവി രക്ഷിച്ചു. അന്യഗ്രഹജീവിയുടെ തലയിൽ നേരിയതായി ഒരു മനുഷ്യന്റെ മുഖം കാണപ്പെട്ടു. ജൂലിയ കണ്ടത് അവളെ അത്ഭുതപ്പെടുത്തി. അതിനിടെ വെടിയൊച്ചയും ജൂലിയുടെ നിലവിളിയും കേട്ട് ആർടെമും സുഹൃത്തുക്കളും വേഗം മുകളിലേക്ക് പാഞ്ഞു. ഈലിയനെ കണ്ടതും ആർടെം അതിനെ അടിച്ചു വീഴ്ത്തി. അത് താഴത്തെ നിലയിലേക്ക് പതിച്ചു. അവർ പിന്നീട് അന്യഗ്രഹം വീണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ആർടെം അന്യഗ്രഹജീവിയുടെ പുറംതോടിൽ മനുഷ്യരക്തത്തിന് സമാനമായ രക്തം കണ്ടു. അതിനിടെ ജൂലിയ മരിച്ചതായി നടിക്കുന്ന ഒരു മനുഷ്യരൂപം കണ്ടു. അത് അവളെ രക്ഷിച്ച അന്യഗ്രഹജീവിയുടെ യഥാർത്ഥ ശരീരമാണെന്ന് അവൾ മനസ്സിലാക്കി. സൈന്യം അടുത്തടുത്ത് എത്തിയപ്പോൾ ആർടെമും ജൂലിയും അവരുടെ സുഹൃത്തുക്കളും അന്യഗ്രഹജീവിയുടെ ബാഹ്യചത്തക്കൂടുമായി പലായനം ചെയ്തു. അന്യഗ്രഹക്കപ്പലിന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്നതും കൊണ്ടുപോകാൻ കഴിയാത്തത്ര ഭാരമുള്ളതുമായ വിചിത്രമായ വസ്തു അവിടെ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അന്ന് രാത്രി ജൂലിയയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരത്തെ തന്നെ രക്ഷിച്ച അന്യഗ്രഹജീവിയെക്കുറിച്ചോർത്ത് അവൾ വിഷമിച്ചു. അതിന് മനുഷ്യരൂപമാണുള്ളതെന്ന് അവൾ മനസ്സിലാക്കി. അവസാനം ജൂലിയ ഒരു കാറുമായി പുറപ്പെട്ടു, അന്യഗ്രഹജീവിയെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്. അതേ സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവൾ അന്യഗ്രഹജീവിയെ ബോധമില്ലാത്ത നിലയിൽ കണ്ടു. ജൂലിയ അത് കാറിൽ വെച്ച് ഗൂഗിൾ എന്ന പേരുള്ള തന്റെ സുഹൃത്തിനെ സഹായം തേടി കാണാൻ പോയി. ഗൂഗിൾ കണക്കാക്കിയത് അന്യഗ്രഹജീവിക്ക് ധാരാളം രക്തം നഷ്ടപ്പെട്ടെന്നും അടിയന്തരമായി രക്തം മാറ്റിവെക്കേണ്ടതുണ്ടെന്നും. അതിനാൽ അവർ അന്യഗ്രഹജീവിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർ സൂചി കുത്തിവയ്ക്കാൻ തുടങ്ങിയപ്പോൾ അന്യഗ്രഹജീവിയുടെ കൈയിൽ വിചിത്രമായ പാടുകൾ കണ്ടു. ജൂലിയ അവ പരിശോധിച്ചപ്പോൾ അന്യഗ്രഹജീവി പെട്ടെന്ന് അവളുടെ കൈയിൽ പിടിച്ച് ഒരു ബ്രേസ്ലെറ്റ് അവളുടെ മണികെട്ടിലേക്ക് മാറ്റി. ജൂലിയ പിന്നീട് ആ വള പരിശോധിച്ചു. അതിൽ എന്തോ ഒരു പ്രത്യേകതയുള്ളതായി അവൾക്ക് തോന്നി. ഹർത്താവ് നടത്തിയ പരിശോധനകളിലൂടെ അന്യഗ്രഹജീവിയുടെ രക്തഗ്രൂപ്പ് ജൂലിയുടെ രക്തഗ്രൂപ്പിന് സമാനമാണെന്ന് കണ്ടു. ജൂലിയ പിന്നീട് അവളുടെ സ്വന്തം രക്തം അന്യഗ്രഹജീവിക്ക് കുത്തിവച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അന്യഗ്രഹജീവിക്ക് അല്പസമയത്തേക്ക് ബോധം തിരിച്ചുവന്നു. ബോധം മറയുന്നതിനു മുൻപ് അത് ജൂലിയെ അടുത്തതായി ജൂലിയ ഏലിയനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോയി ബന്ധിച്ചു. സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജൂലിയ കുളിക്കാൻ പോയി. അന്യഗ്രഹജീവി നൽകിയ വളയം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടുപോയി. അതിനിടെ ആർടെം നേരത്തെ കണ്ടെത്തിയ അന്യഗ്രഹ കപ്പലിന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന വസ്തു സൈന്യം പിടിച്ചെടുത്ത് പരിശോധനയ്ക്കായി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരുന്നു. ശാസ്ത്രജ്ഞരിൽ ഒരാളുമായി സംസാരിച്ച ശേഷം കേനൻ ലെബെദേവ് മുറി വിട്ടിറങ്ങി. അവരുടെ കുടിവെള്ളത്തിൽ എന്തോ വിചിത്രമായ കാര്യം സംഭവിക്കുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. മറ്റേക്കരയിൽ ഒരു പുഴയിലെ വെള്ളമെല്ലാം വറ്റിയ നിലയിൽ കണ്ട് ഒരു മത്സ്യത്തൊഴിലാളി ഞെട്ടിപ്പോയി. സൈന്യം പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു യോഗം ചേർന്നു. അവരുടെ പ്രദേശത്തെ എല്ലാ വെള്ളവും അന്യഗ്രഹ കപ്പലാണ് വലിച്ചെടുത്തതെന്ന് അവർ കണ്ട്. അവരുടെ നിരീക്ഷണങ്ങൾ അനുസരിച്ച് അന്യഗ്രഹ കപ്പലിന് കേടുപാടുകൾ സ്വയം നന്നാക്കാൻ വെള്ളം ആവശ്യമായിരുന്നു. കാരണം കപ്പലിന് ചുറ്റും വെള്ളമുണ്ടെങ്കിൽ കേടുപാടുകൾ 30% കുറയുമെന്ന് കണ്ട്. അതിനുശേഷം അവർ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ജൂലിയ ഗൂഗിളുമായി സംസാരിക്കുന്നതിനിടെ അന്യഗ്രഹജീവി പെട്ടെന്ന് ഉമർന്ന് ജൂലിയോട് സംസാരിച്ചു. അവൾ ആ സമയം അവനു നേരെ ഒരു തോക്ക് ചൂണ്ടുകയായിരുന്നു. ഭയപ്പെടേണ്ടതില്ലെന്ന് അവനോട് പറഞ്ഞു. അന്യഗ്രഹജീവി റഷ്യൻ ഭാഷ സംസാരിക്കുന്നത് ജൂലിയെ അത്ഭുതപ്പെടുത്തി. അന്യഗ്രഹജീവി പിന്നീട് സ്വയം ഹിയോൺ എന്ന് പരിചയപ്പെടുത്തി. ജൂലിയോട് സിലിക്ക എന്നൊരു വസ്തു കണ്ടെത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ജൂലിയ പിന്നീട് ഹിയോണിനോട് വസ്ത്രം മാറാൻ പറഞ്ഞു. മാറിയ ശേഷം വെള്ളം കണ്ടപ്പോൾ ഹിയോണിനു വളരെ സന്തോഷമായി. ജൂലിയ പിന്നീട് ഹിയോണിനെ അവിടെ നിന്ന് ഓടിച്ചു. വിഷമിച്ചു അവനെ പിന്തുടർന്നു പോയി. പക്ഷേ നിർഭാഗ്യവശാൽ ജൂലിയ വൈകിപ്പോയിരുന്നു. കാരണം ഹിയോണിനെ വിചിത്രമായ വസ്ത്രങ്ങൾ ധരിച്ച് നിരോധിത മേഖലയിലേക്ക് നടന്നുപോയതിന് പട്രോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ആർടെമിന്റെ ആസ്ഥാനത്തേക്ക് മാറിയതിനുശേഷം അവനും കൂട്ടുകാർക്കും മുൻപ് ഹിയോണിന്റെ എക്സോസ്കെലിത്തം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവർ ആ വസ്തു മുറിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അതിനുശേഷം ആർടെം പുറംതോടിലെ പോറലുകൾ വെള്ളം നനച്ച തുണികൊണ്ട് തുടച്ചു വൃത്തിയാക്കി. പുറംതോട് വെള്ളം വലിച്ചെടുക്കുന്നതായും പോറലുകൾ ക്രമേണ മാഞ്ഞുപോകുന്നതായും കണ്ട്. ആർടെമിന്റെ സുഹൃത്തുക്കളിലൊരാൾ പിന്നീട് എക്സോസ്കെലിത്തനിനുള്ളിലേക്ക് കൈയിടാൻ ശ്രമിച്ചു. അതിശയകരമെന്നു പറയട്ടെ, എക്സോസ്കെലിത്തൻ കൈ ആർടെമിന്റെ സുഹൃത്തിന്റെ കൈയുടെ ചലനത്തിനനുസരിച്ച് നീങ്ങി. എന്നാൽ പെട്ടെന്ന് വേരുകൾ പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് അവന്റെ മണിബന്ധത്തിൽ പറ്റിപ്പിടിച്ചു. അവർ പരിഭ്രാന്തരായി. പക്ഷേ ഒടുവിൽ എക്സോസ്കെലിത്തനിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അടുത്തതായി ആർടെം സൈന്യവുമായി ബന്ധപ്പെട്ട് എക്സോസ്കെലിത്തൻ കണ്ടെത്തിയ വിവരം കേനൻ ലെബെരവിനെ അറിയിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ കേനൻ ലെബെരവിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം എവിടേക്കോ പോവുകയായിരുന്നു.
കേനൻ ലെബെഡെവിന്റെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയ ശേഷം ആർടെമും അവന്റെ 2 സുഹൃത്തുക്കളും കേനൻ ലെബെഡെവിന്റെ വരവിനായി നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോയി. സ്ഥലത്ത് സമീപവാസികൾക്ക് ജലവിതരണം ചെയ്യുന്നത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവലിൽ നിരീക്ഷിച്ചു. എങ്കിലും രോഷാകുലനായ ഒരു നാട്ടുകാരൻ കല്ലെടുത്ത് പോലീസിന് നേരെ എറിഞ്ഞ കല്ല് കൊണ്ട ഒരു ഉദ്യോഗസ്ഥൻ അത് ചെയ്തത് അവനാണെന്ന് വിശ്വസിച്ച് ആർടെമിന്റെ സുഹൃത്തിനെ അടിച്ചു. താമസക്കാർക്കും പോലീസിനുമിടയിൽ ഉടൻ തന്നെ ഒരു ബഹളമുണ്ടായി. അതിനുശേഷം കലാപം ശാന്തമാക്കാൻ ആർടെം ശ്രമിച്ചു. ആൾക്കൂട്ടത്തിന്റെ രോഷത്തിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം പ്രകോപനകാരിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. ആർടെമിനെ ഉടൻ തന്നെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. അതിനിടെ കേനൻ ലെബെദേവ് എത്തി. പക്ഷേ എക്സോസ്കെലിറ്റനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉദ്ദേശം ആർടെം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനു വിധേയനായിക്കൊണ്ടിരിക്കെ ഹിയോൻ അതേ സ്ഥലത്തേക്ക് കൊണ്ടുവരപ്പെട്ട ആർടെമിനെ കണ്ടുമുട്ടുന്നു. ഹിയോൻ ആരാണെന്ന് ഇപ്പോഴും അറിയാതെ ആർടെം ഹിയോനിനെ നോക്കി പുഞ്ചിരിക്കുന്നു. അതേസമയം ചോദ്യം ചെയ്യൽ നടത്തുന്ന പോലീസുകാർ ആശയക്കുഴപ്പത്തിലാകുന്നത് ഹിയോനിനു വിരലടയാളങ്ങൾ ഇല്ലാത്തതിനാലാണ്. ഹിയോനിനെ മോചിപ്പിക്കാനുള്ള ഉദ്ദേശ്യത്തോടെ ജൂലിയ പിന്നീട് എത്തുന്നു. അറസ്റ്റിലായ വ്യക്തികളിൽ ആർടെമിനെയും അവൾ കണ്ടെത്തുന്നു. ജൂലിയ പിന്നീട് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകുന്ന ആർടെമിനെ പിന്തുടരുന്നു. ആർടെമിനെ മോചിപ്പിക്കാൻ പിതാവിനെ ബന്ധപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എങ്കിലും ആർടെം ജൂലിയെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തോ ഒന്ന് പറയുന്നു. ജൂലിയ ഹിയോനിനെ ചോദ്യം ചെയ്യൽ മുറിയിൽ നിന്ന് വിജയകരമായി പുറത്തെത്തിച്ച ശേഷം ഹിയോൻ അന്വേഷിക്കുന്ന സിലിക്ക എന്ന വസ്തു സൈനിക ആസ്ഥാനത്താണെന്ന് അവൾ വിശ്വസിക്കുന്നതിനാൽ അവളുടെ അച്ഛനെ കാണാൻ പോകാൻ അവൾ ഹിയോനിനെ പ്രേരിപ്പിക്കുന്നു. ജൂലിയ തന്റെ പിതാവിനെ കാണാനായി ഗർഭിണിയാണെന്ന് അഭിനയിക്കുന്നു. അച്ഛൻ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ജൂലിയ അച്ഛന്റെ ആക്സസ് കാർഡ് എടുത്ത് ഹിയോനിന് കൊടുക്കുന്നു. സിസിടിവി ദൃശ്യങ്ങൾ കണ്ടതിനുശേഷവും സിലിക്കയുടെ സ്ഥാനം അറിഞ്ഞതിനുശേഷവും ഹിയോൻ മലിനീകരണം തടയുന്ന വസ്ത്രം ധരിച്ച് ലെബെദേവിന്റെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞരെ കബളിപ്പിച്ച് ലെബെദേവ് ആണെന്ന് വിശ്വസിപ്പിച്ച് ആ വിദേശ വസ്തുവിൽ തൊടാൻ ഇടയാക്കുന്നു. ഹിയോൻ പിന്നീട് ആ വസ്തു എളുപ്പത്തിൽ തുറന്ന് സിലിക്ക എടുത്ത് വേഗം മുറിയിൽ നിന്ന് പോകുന്നു. പരിഭ്രാന്തരായ ശാസ്ത്രജ്ഞർക്ക് അത് കേനൻ ലെബെദേവ് അല്ലെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും അവർ എമർജൻസി അലാറം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അലാറം കേട്ടയുടൻ ലെബെദേവ് വന്ന് ജൂലിയെയും പെട്ടെന്ന് അവരോടൊപ്പം ചേർന്ന ഹിയോനിനെയും ഒരു സൈനിക വാഹനത്തിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈവറോട് പറയുന്നു. അതിനിടെ ആർടെമിനെ ഒടുവിൽ മോചിപ്പിക്കുകയും സുഹൃത്തുക്കൾ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ അവരുടെ ആസ്ഥാനത്തേക്ക് മടങ്ങുകയും അന്യഗ്രഹ ജീവികളുടെ കപ്പലിനെ ആക്രമിക്കാൻ ആവശ്യമായ എല്ലാം തയ്യാറാക്കുകയും ചെയ്യുന്നു. അവസാനമായി ആർടെം ജൂലിയെ ബന്ധപ്പെട്ട് അവളോടും അവരോടൊപ്പം ചേരാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ജൂലിയ വിസമ്മതിക്കുന്നു. ജൂലിയയുടെ വീട്ടിലെത്തിയ ഉടൻ തന്നെ അവൾ അവളുടെ നായെ ഹിയോനിന് പരിചയപ്പെടുത്തുന്നു. ജൂലിയയുടെ നായ്ക്ക് അസുഖമുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ഹിയോനിന് മനസ്സിലാകും. ഹിയോൻ പിന്നീട് സിലിക്ക നായെ കാണിക്കുന്നു. അവിടെ നായ തൽക്ഷണം സുഖം പ്രാപിക്കുന്ന ഒരു അത്ഭുതം സംഭവിക്കുന്നു. അവർ ഭക്ഷണം ആസ്വദിക്കുമ്പോൾ ഹിയോനിനെ ഒരു ഒളിച്ചോട്ടക്കാരനായി മുദ്രകുത്തിയിരിക്കുന്നത് ടിവിയിൽ കാണുന്നു. കാരണം അവന്റെ മുഖം സിസിടിവിയിൽ പതിഞ്ഞു. ജനലിനു പുറത്ത് ജൂലിയുടെ അച്ഛന്റെ സൈനിക വാഹനവ്യൂഹം വീടിന് അടുത്തേക്ക് വരുന്നു. ജൂലിയ പിന്നീട് ഹിയോനിനെ ഗൂഗിളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഘട്ടത്തിൽ ആർടെമും സുഹൃത്തുക്കളും ചേർന്ന് അപ്ലോഡ് ചെയ്യുന്ന അന്യഗ്രഹ ജീവി വിരുദ്ധ വീഡിയോകൾ സാഴ്സ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ആളുകൾക്ക് അന്യഗ്രഹ ജീവികളോട് വെറുപ്പ് തോന്നാൻ കാരണമാവുന്നതായി തോന്നുന്നു. മുമ്പ് ഗൂഗിളിനെ ഏൽപ്പിച്ചിരുന്ന പിസ്റ്റൾ ജൂലിയ പിന്നീട് എടുക്കുകയും അത് സുരക്ഷിതമാണെന്ന് കരുതി ഹിയോനിനൊപ്പം ഒരു സംഗീത പരിപാടിക്ക് പോകുകയും ചെയ്യുന്നു. കച്ചേരിയിൽ അവരുടെ വരവ് ആർടെമിന്റെ ഒരു സുഹൃത്ത് ശ്രദ്ധിക്കുകയും തുടർന്ന് അയാളത് ആർടെമിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഹിയോൻ പിന്നീട് ജൂലിയെ തന്റെ ഗ്രഹം കാണാൻ ക്ഷണിക്കുന്നു. അത് കാണാൻ അതിമനോഹരമാണ്. ഇവിടെ ഹിയോൻ പറയുന്നത് തന്റെ ഗ്രഹം ഏതാണ്ട് ഭൂമിയെപ്പോലെയാണെന്നും അവിടെ മരണം വളരെ വിരളമാണെന്നുമാണ്. അദ്ദേഹത്തിന്റെ കപ്പൽ ഒരു ഉൽക്കാശിലയിൽ തട്ടിയതിനെ തുടർന്ന് തകർന്നുവെന്നും അത് ഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മനുഷ്യർ അതിനെ വെടിവെച്ചെന്നും ഇത് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടാക്കിയെന്നും അദ്ദേഹം ഓർക്കുന്നു. അവസാനമായി ഏതെങ്കിലും മനുഷ്യൻ കപ്പലിൽ പ്രവേശിച്ചാൽ സോൾ അത് പൊട്ടിത്തെറിപ്പിക്കുമെന്ന് ഹിയോൻ പറയുന്നു. അദ്ദേഹം അപകടത്തിലായാൽ പോലും മനുഷ്യരെ ആക്രമിക്കാൻ തന്റെ സാങ്കേതികവിദ്യ ഉപയോഗിക്കില്ലെന്നും അത് പ്രോട്ടോക്കോളിന്റെ ഭാഗമാണെന്നും ഹിയോൻ കൂട്ടിച്ചേർക്കുന്നു. സിലിക്ക തന്റെ കപ്പലിലേക്ക് തിരിച്ചെത്തിയാലുടൻ താൻ ഭൂമി വിടുമെന്നും അദ്ദേഹം പറയുന്നു. അടുത്ത രംഗത്തിൽ ജൂലിയ ഹിയോനിനെ അവന്റെ കപ്പലിലേക്ക് അനുഗമിക്കുന്നു. എന്നാൽ വഴിയിൽ അവരെ ആർടെമും അവന്റെ കൂട്ടുകാരും തടയുന്നു. ഹിയോനിനെ ആർടെം മർദ്ദിച്ച് അബോധാവസ്ഥയിലാക്കുന്നു. കൂടാതെ ഹിയോനിന്റെ ഉടമസ്ഥതയിലുള്ള സിലിക്ക ആർടെമിന്റെ സുഹൃത്ത് തട്ടിയെടുക്കുന്നു. ഹിയോനിനെ സംരക്ഷിക്കാൻ നിർത്താനും പ്രതിരോധിക്കാനും ജൂലിയ ആർടെമിനോട് യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ആർടെമിനെ രോഷാകുലനാക്കുകയും ജൂലിയെ അടിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ജൂലിയെ ആർടെം തല്ലുന്നത് കണ്ട ഹിയോൻ എഴുന്നേറ്റ് ആർടെമിന്റെ എല്ലാ അംഗങ്ങളെയും നിഷ്ക്രിയരാക്കുന്നത് വരെ തോൽപ്പിക്കുന്നു. ആർടെമിന്റെ കൂട്ടുകാരിലൊരാൾ തോക്കെടുത്തു ഹിയോനിനെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വെടിയുണ്ട തട്ടിയത് സ്വന്തം കൂട്ടുകാരനെയാണ്.
അതേസമയം പട്രോളിംഗിനിടെ പോലീസുകാർ എത്തിയതിനെ തുടർന്ന് ആർടെമും സുഹൃത്തുക്കളിലൊരാളും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഹിയോണിനെ അറസ്റ്റ് ചെയ്ത് സൈനിക ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ആർടെമും രക്ഷപ്പെട്ട അവന്റെ സുഹൃത്തും ചേർന്ന് അന്യഗ്രഹജീവികളിൽ ഒരാൾ അവരുടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയെന്ന വ്യാജവാർത്ത പ്രചരിപ്പിക്കാൻ തുടങ്ങി. അന്യഗ്രഹജീവി വിരുദ്ധരെ പിന്തുണയ്ക്കുന്നവരെല്ലാം ഒത്തുചേരണമെന്നും അവർ ആഹ്വാനം ചെയ്തു. എല്ലാ അന്യഗ്രഹജീവി വിരുദ്ധ സമൂഹങ്ങളും ഒത്തുചേർന്ന ശേഷം ആർടെം പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തുന്നു. ഇത് അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തെ കൂടുതൽ അരാജകവാദികളാക്കുകയും ഹിയോണിന്റെ കപ്പലിനെ ആക്രമിക്കാൻ അവരെ ഒന്നിപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഹിയോണിന്റെ കപ്പൽ കാവൽ നിൽക്കുന്ന സൈന്യവും അതിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്ന ജനങ്ങളും തമ്മിൽ വഴിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതിനിടെ ആർടെം തന്റെ ആസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുകയും ഹിയോണിന്റെ എക്സോസ്കെലിറ്റൺ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് ജൂലിയ തന്റെ പിതാവിനോട് സൈന്യമാണ് അന്യഗ്രഹ ജീവികളുടെ കപ്പൽ വെടിവെച്ചിട്ടതെന്നും ഹിയോൺ മനുഷ്യനല്ലെന്നും വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഹിയോൺ തുടർന്ന് ലെബദേവിനോട് പറയുന്നു, ഏതെങ്കിലും മനുഷ്യൻ അവന്റെ കപ്പലിനെ സമീപിച്ചാൽ സോൾ അത് പൊട്ടിത്തെറിപ്പിക്കും. ജൂലിയ തന്റെ പിതാവിനെ വിശ്വസിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു തോക്കെടുത്ത് പിതാവിന്റെ തലയ്ക്ക് നേരെ ചൂണ്ടി അവരെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ലെബദേവിന് അവരെ ഒരു സൈനിക വാഹനത്തിൽ വിട്ടേക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല. ജൂലിയ ഹിയോണിനൊപ്പം പോയ ശേഷം ലെബദേവ് അവരെ പിന്തുടരാൻ ഒരു തന്ത്രപരമായ ടീമിനെ തയ്യാറാക്കുന്നു. അതിനിടെ അന്യഗ്രഹ ജീവി വിരുദ്ധ കൂട്ടം ഇപ്പോൾ ഹിയോണിന്റെ കപ്പലിന് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അവരെ മറ്റ് അന്യഗ്രഹജീവികൾ തടയുന്നു. ഇവിടെ അന്യഗ്രഹജീവികൾ ആക്രമണകാരികളെ മാത്രമാണ് തടയുന്നതെന്ന് വ്യക്തമാണ്. അവർ ആരെയും ആക്രമിക്കുന്നതായി തോന്നുന്നില്ല. ലെബദേവും അദ്ദേഹത്തിന്റെ തന്ത്രപരമായ സംഘവും കലാപം നടക്കുന്ന സ്ഥലത്ത് എത്തി അന്യഗ്രഹജീവിയെ ആക്രമിക്കുന്നവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനിടെ ജൂലിയയും ഹിയോണിനെയും ആർടെം പെട്ടെന്ന് തടയുന്നു. ആർടെം ഇപ്പോൾ ഹിയോണിന്റെ എക്സോസ്കെലിറ്റൺ ഉപയോഗിക്കുകയാണ്. ജൂലിയ ഓടിച്ചിരുന്ന കാർ ആർടെം തടയാൻ ശ്രമിക്കുന്നു. ഇത് പെട്ടെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുകയും ജൂലിയ ബോധമില്ലാതെ വീഴുകയും ചെയ്യുന്നു. ഹിയോൺ കാറിൽ നിന്ന് ഇറങ്ങി ആർടെമുമായി പോരാടുന്നു. അതൊരു ഒട്ടും തുല്യമല്ലാത്ത പോരാട്ടമായിരുന്നു. ഒടുവിൽ ആർടെമിന്റെ കൈയിൽ നിന്ന് ഹിയോണിന് മോശമായി മർദ്ദനമേൽക്കുന്നു. ഒടുവിൽ ബോധം വീണ്ടെടുത്ത ജൂലിയ തന്റെ കാർ വേഗത്തിലാക്കി ഹിയോണിനെ കൊല്ലാൻ ശ്രമിച്ച ആർടെമിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ജൂലിയ പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങി ഹിയോണിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. അതിനിടെ ലെബദേവ് നയിക്കുന്ന സൈന്യം അന്യഗ്രഹജീവിയെ ആക്രമിക്കുന്നവരെ വിജയകരമായി കീഴ്പ്പെടും. ലെബദേവ് പിന്നീട് ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചനയായി തന്റെ ആയുധം താഴെയിടുന്നു. കാറിൽ കുടുങ്ങിയ ആർടെമിലേക്ക് തിരികെ വരുമ്പോൾ അവൻ സ്വയം കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് അവൻ ധരിച്ചിരിക്കുന്ന എക്സോസ്കെലിറ്റൻ കൈ മുറിഞ്ഞുപോകുവാൻ കാരണമാകുന്നു. അതിനുശേഷം ആർടെം സ്വയം എക്സോസ്കെലിറ്റനിൽ നിന്ന് പുറത്തിറങ്ങുകയും ഹിയോൺ ജീവനോടെയുണ്ടെന്ന് കാണുകയും ചെയ്യുന്നു. അതിനുശേഷം ആർടെം ഹിയോണിനെ വെടിവയ്ക്കാൻ ഒരു ആയുധം എടുക്കുന്നു. ഇത് കണ്ട ഹിയോൺ ജൂലിയെ രക്ഷിക്കാൻ തന്റെ ശരീരം തിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വൈകിപ്പോയിരുന്നു. ഇത് കണ്ട ലെബദേവ് പെട്ടെന്ന് ജൂലിയുടെയും ഹിയോണിന്റെയും അടുത്തേക്ക് ഓടുന്നു. അവരിരുവരും ബോധമില്ലാതെ കിടക്കുകയാണ്. തുടർന്ന് ലെബദേവ് ജൂലിയെ ആലിംഗനം ചെയ്യുകയും അവൾ ജീവനില്ലാത്തവളാണെന്ന് മനസ്സിലാക്കി മകളെ ഓർത്ത് വിലപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അന്യഗ്രഹജീവി ലെബദേവിനെ സമീപിക്കുന്നു. അവർ തുടർന്ന് ഹിയോണിനെയും ജൂലിയെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ലെബദേവിനെ അവരുടെ കപ്പലിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നു. കപ്പലിന്റെ അകത്ത് ഹിയോണിനെയും ജൂലിയെയും വിശ്രമിക്കാനായി ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. അന്യഗ്രഹം പിന്നീട് ലെബദേവിനെ അവിടെ നിർത്തിപ്പോകുന്നു. ജൂലിയുടെ ശരീരം ഒരു നീർച്ചാൽ പോലെ എന്തോ ഒന്ന് കൊണ്ട് മൂടുന്നത് അയാൾ നോക്കി നിൽക്കുന്നു. ബാഹ്യസ്ഥ ഓർമ്മതനയറുകൾ പ്രവർത്തിപ്പിക്കുന്ന 2 അന്യഗ്രഹജീവികളും അവയെ നിയന്ത്രിക്കുന്നവരല്ലെന്ന് വെളിപ്പെടുത്തുന്നു. പെട്ടെന്ന് കപ്പലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം സൗൾ ആണെന്ന് അവകാശപ്പെടുന്നു. സൗൾ പിന്നീട് ലെബദേവിനോട് പറയുന്നു, അവർ ജൂലിയുടെ ശരീരം പുനരുജ്ജീവിപ്പിക്കുകയാണെന്നും ജൂലിയ കുറഞ്ഞത് 80 വർഷമെങ്കിലും ഭൂമിയിൽ ജീവിക്കുമെന്നും ഉറപ്പുനൽകുന്നു. ആശ്വാസത്തോടെ ലെബദേവ് ഹിയോണിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. സൗൾ വിശദീകരിക്കുന്നത് ഹിയോൺ എന്നേക്കുമായി ജീവിക്കുമെന്നും എന്നാൽ അവൻ ജൂലിയയ്ക്ക് വേണ്ടി ജീവൻ നൽകിയെന്നുമാണ്. സൗളിന് ഹിയോൺ എന്തിനാണ് ഇത് ചെയ്തതെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇത് വളരെ കുറഞ്ഞ സാധ്യതയിൽ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഇതിനെ മനുഷ്യർ പലപ്പോഴും വിധി എന്ന് വിളിക്കുന്നു. ഹിയോണിനെ മാത്രം കാണാൻ കാരണം എന്താണെന്ന് അത്ഭുതപ്പെട്ട് ലെബദേവ് മറ്റ് അന്യഗ്രഹജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. സോളിന്റെ വിശദീകരണത്തിൽ നിന്ന് ഭൂമിയിലെ ആക്രമണാത്മകമായ സാമൂഹിക ജീവിതം, കഠിനമായ കാലാവസ്ഥ, കഴിഞ്ഞ 5000 വർഷത്തിനിടയിലെ അക്രമത്തിൽ നിന്നുള്ള 4 ദശലക്ഷം മരണങ്ങൾ എന്നിവ കാരണം മറ്റുള്ളവർ സന്ദർശിക്കാൻ പാടില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് ഹിയോൺ തനിച്ചു പോയതെന്ന് വെളിപ്പെടുന്നു. കൂടാതെ അതേ കാലയളവിൽ വിഭവതർക്കങ്ങൾ കാരണം 15000 സൈനിക സംഘട്ടനങ്ങളും ഉണ്ടായി. മനുഷ്യരാശിയുടെ വ്യാപനം 600 വർഷത്തിലേറെയായി വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ വർഗം മറ്റു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിലേക്കുള്ള ഒരു നിരീക്ഷണ ദൗത്യത്തിലായിരുന്നു. ആ ദൗത്യത്തിൽ നിന്ന് ഹിയോൺ വിവരങ്ങൾ ശേഖരിക്കുകയും
ഭൂമിയിലെ മനുഷ്യർ അവരുടെ വർഗത്തെ കണ്ടുമുട്ടാൻ തയ്യാറാണോ എന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ദൗത്യത്തിന്റെ പ്രതീക്ഷിച്ച ഫലം നെഗറ്റീവ് ആയിരുന്നു. എന്നിരുന്നാലും ഹിയോണിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ച് പ്രാരംഭ കണക്കുകൾ മാറ്റാൻ സാധ്യതയുള്ള മറ്റ് ചില ഘടകങ്ങളുണ്ട്. ഹിയോണിനെക്കുറിച്ചുള്ള സോളിന്റെ തെറ്റിദ്ധാരണയും ജൂലിയും ഹിയോണും തമ്മിലുള്ള ബന്ധവും ഇതിൽ ഉൾപ്പെടുന്നു. ഇവയൊന്നും ഇതുവരെ വിശകലനം ചെയ്യാൻ സാധ്യമല്ല. ഈ ദൗത്യത്തിന്റെ ഫലങ്ങൾ തുടർന്നും അവലോകനം ചെയ്യും. ഭാവിയെല്ലാം ഹിയോണിനെ ആശ്രയിച്ചിരിക്കുന്നു, കാരണം ഹിയോണിനെക്കുറിച്ച് സോളിന് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് അനശ്വരതയേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് ലെബദേവ് പ്രതികരിക്കുന്നത്. തുടർന്ന് ജൂലിയ ഉണർന്ന് ബോധമില്ലാതെ കിടക്കുന്ന ഹിയോണിനെ സമീപിക്കുന്നത് നമുക്ക് കാണാം. ഹിയോണിന്റെ കപ്പൽ ദശലക്ഷക്കണക്കിന് ഘനമീറ്റർ വെള്ളം ചീറ്റി ഭൂമിയിൽ നിന്ന് പറന്നുയരുന്ന ഒരു രംഗത്തോടെ സിനിമ അവസാനിക്കുന്നു. അദ്ദേഹം ഹിയോൺ ഇപ്പോഴും ജീവനോടെയുണ്ട്. അവസാനമായി ജൂലിയ തന്റെ നായോടും ഹിയോൺ നൽകിയ വളയത്തോടും കൂടി തിളങ്ങുന്നത് കാണാം. അന്യഗ്രഹജീവികൾ ഭൂമിയിലെത്തിയിട്ട് 3 വർഷമായി, ആരും അറിഞ്ഞില്ല. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മുൻപന്തിയിൽ നിന്ന് ഗ്രഹം അതിന്റെ പ്രതിരോധം ശക്തമാക്കുന്നു. ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ഭ്രമണപഥത്തിൽ ഒരു പുതിയ ഉപഗ്രഹം സ്ഥാപിക്കുന്നു. വിദൂര ബഹിരാകാശത്തെ നിരീക്ഷിക്കാനും ഒരു അന്യഗ്രഹ വസ്തുവിനും ഇനി ഭൂമിയോട് അടുക്കാൻ സാധിക്കാത്തവിധം ശ്രദ്ധിക്കാൻ വേണ്ടിയുമാണ് ഇത്. ഉപഗ്രഹം തുറക്കുമ്പോൾ ഒരു വിചിത്രമായ അന്യഗ്രഹ കപ്പൽ അതിന്റെ തെണ്ടക്കിൽ പോലുള്ള ഭാഗങ്ങൾ ചലിപ്പിക്കുന്നത് കാണാം. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ഷട്ടിൽ വിക്ഷേപിക്കപ്പെടുന്നു. അത് ഭൂമിയുടെ നേരെ നീങ്ങുന്നു, അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അതേസമയം എവിടെയോ കടലിൽ ഷട്ടിൽ ഒരു അന്തർവാഹിനിയെപ്പോലെ വെള്ളത്തിനടിയിലൂടെ നീങ്ങുന്നത് കാണാം. 4 മാസങ്ങൾക്ക് ശേഷം യൂലിയ തന്റെ നായുമായി ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലേക്ക് ഓടി വരുന്നത് കാണാം. നായകൻ രക്ഷപ്പെടുന്നു. അവൾ വിളിച്ചിട്ടും തിരികെ വരുന്നില്ല. അവളോടൊപ്പം ഉള്ള പുരുഷന്മാരോട് അവനെ കണ്ടെത്താൻ സഹായിക്കാൻ അവൾ പറയുന്നു. പിന്നീട് അവൾ റോബോട്ടിക്സ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി ലാബിൽ നിന്നുള്ള ചില പുതിയ വിവരങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അവൾ അവനോട് പറയുന്നു, അവൾ എന്തെങ്കിലും വിവരം പങ്കുവച്ചാൽ അവളുടെ അംഗരക്ഷകർ അവനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലേണ്ടിവരുമെന്ന്. ക്ലാസ് കഴിഞ്ഞ ശേഷം യൂലിയുടെ സുഹൃത്ത് അവളോടുള്ള തന്റെ പ്രണയം തുറന്നു പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അവനെ തടയുകയും സുഹൃത്തുക്കളായി തുടരുന്നതാണ് അവൻ സുരക്ഷിതമെന്ന് പറയുകയും ചെയ്യുന്നു. അവളുടെ അംഗരക്ഷകർ അവരെ അവളുടെ അച്ഛന്റെ കാറിലേക്ക് അനുഗമിക്കുന്നു. റെല്ലുമിലാണ് താൻ ജോലി ചെയ്യുന്നതെന്ന് കുട്ടി വീമ്പിളക്കുന്നു. അവരവനെ അവിടെ ഇറക്കിവിടുന്നു. അയാൾ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിയൽ രേഖ ചോദിക്കുമ്പോൾ അത് വെറുമൊരു ഇന്ത്യൻ മാത്രമാണെന്ന് കാണിക്കുന്നു. അതിനിടെ യൂലിയും അവളുടെ അച്ഛനും ഇപ്പോഴും വണ്ടിയോടിക്കുകയാണ്. അവളെ പുറത്തിറക്കി മറ്റൊരു രാജ്യത്തേക്ക് കടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം തമാശ പറയുന്നു. അവർ റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു ഗവേഷണ ലബോറട്ടറിയിൽ എത്തുന്നു. അവിടെ ഒരു റോബോട്ട് വാതിലുകൾ തകർത്ത് ഒരു കാർ തകർക്കുന്നത് കാണാം. യൂലിയുടെ അച്ഛൻ ലാബിലെ ഒരു ശാസ്ത്രജ്ഞനുമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നത് ഇത് ഒരുതരം ബയോടെക്നോളജിയാണെന്നാണ്. റോബോട്ടിനെ ഒരു മനുഷ്യൻ ആശയവിനിമയം വഴി സംസാരിക്കുന്നതിലൂടെ നിയന്ത്രിക്കുന്നു. ഇതൊരു റഷ്യൻ അന്യഗ്രഹ സഹനിർമ്മാണമാണെന്നുള്ള പൊതുവായ അഭിപ്രായമുണ്ട്. അതിനുശേഷം ഇതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനുള്ള താക്കോലാണ് യൂലിയ എന്ന് ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നു. അതേസമയം സൗകര്യത്തിന്റെ എവിടെയോ യൂലിയ ഒരു പരീക്ഷണത്തിൽ പങ്കെടുക്കുകയാണ്. പ്രധാന ശാസ്ത്രജ്ഞൻ അവളോട് അന്യഗ്രഹ ബഹിരാകാശ പേടകവുമായുള്ള അവളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും അവളുടെ പ്രതികരണങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അവളുടെ ഉത്തരങ്ങൾ മാത്രമല്ല, അദ്ദേഹം ഏറ്റുമുട്ടലിൽ മരിച്ച അവളുടെ കൂട്ടുകാരിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം നൽകാൻ ആഗ്രഹിക്കാതെയിരിക്കെ പെട്ടെന്ന് കാമുകനെ ലാബിലേക്ക് കൊണ്ടുവരുന്നു. അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അവൾ അസ്വസ്ഥയാകുകയും ശാസ്ത്രജ്ഞനോട് പരീക്ഷണം നിർത്താൻ പറയുകയും ബന്ധനങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പെട്ടെന്ന് വലിയ തോതിലുള്ള ഊർജ്ജം ഉണ്ടാകുന്നു. ആ രാത്രിയിൽ യൂലിയ ഒരു ബാറിൽ കുടിക്കുകയാണ്. ഇവാന്റെ ശ്രദ്ധയിൽ അവൾ പെടുകയും അവൾ അവനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാനായി അവൾ അവനൊരു ഡ്രിങ്ക് വാങ്ങി നൽകുകയും ചെയ്യുന്നു. അതിനാൽ അവൻ ബാറിൽ അവളോടൊപ്പം ചേരുന്നു. പുറപ്പെടുന്നതിനു മുമ്പ് അവൾ അവനൊരു പാനീയം നൽകുന്നു. പക്ഷേ രണ്ടാമതൊരാൾ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പോകേണ്ടിവരുമെന്ന് പറയുന്നു. ഹോക്കിൻ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. യൂലിയയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും അവൾ അയാളുടെ കൂടെ പോകേണ്ടിവരുമെന്നും അയാൾ പറയുന്നു. ഇവാൻ, ഹോക്കിൻ എന്നിവർ തമ്മിൽ വഴക്കിടാൻ തുടങ്ങുന്നു. പക്ഷേ യൂലിയ പട്ടാളക്കാരനെ തലക്കടിച്ച് ബോധം കെടും. അവളും ഹോക്കിനും ബാർ വിട്ട് ഏലിയൻ ബഹിരാകാശവാഹനത്തിന് സോൾ എന്ന് പേരിട്ട് വിളിക്കുന്നു. അത് അവരെവിടെയാണെന്ന് ട്രാക്ക് ചെയ്യുകയും അവർക്ക് ഒരു വാഹനം കണ്ടെത്തുകയും ചെയ്യുന്നു. അവരെ 2 യാത്രക്കാരുള്ള ഒരു കാറിലേക്ക് നയിക്കുന്നു. അന്യഗ്രഹജീവികൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയെന്ന ഡിജിറ്റൽ വിശദീകരണത്തിന് ഇത് മുൻഗണന നൽകുന്നു. തിരികെ കാറിൽ ഹോക്കിൻ യൂലിയോട് പറയുന്നു, അവർ പരീക്ഷണങ്ങളുമായി ഒരുപാട് മുന്നോട്ട് പോയതുകൊണ്ട് അവൾ അപകടത്തിലാണെന്നും അതിനാൽ ഉടൻ തന്നെ അവർക്ക് പറന്നുപോകേണ്ടി വരുമെന്നും. കാർ അതിവേഗം പാഞ്ഞ് ഒരു കാൽനടയാത്രക്കാരനെ ഇടിക്കാൻ അടുത്തെത്തി. പക്ഷേ തൊട്ടുമുന്നിൽ പെട്ടെന്ന് നിർത്തി യാത്രക്കാരെ പുറത്തിറങ്ങാൻ പറഞ്ഞു. ഹോക്കിനും യൂലിയും കാറിൽ യാത്ര തുടരുന്നു.
ഇവാൻ അവരെ പിന്തുടർന്ന് ഒരു ചക്രം വെടിവെച്ചിരുന്നു. അവൻ ഒരു കാർ അപകടമുണ്ടാക്കുന്നു, പക്ഷേ സോൾ മുകളിൽ നിന്ന് അവനെ പിന്തുടർന്ന് രക്ഷിക്കുന്നു. ഇവാൻ അവരെ കാണാനില്ലെന്ന് ജനറലിനെ വിളിച്ചറിയിക്കുന്നു. സോൾ ഹോക്കിനെയും യൂലിയെയും കാടിന്റെ നടുവിലുള്ള ആണൊഴിഞ്ഞ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അവൾ മനസ്സില്ലാമനസ്സോടെ അകത്തേക്ക് നടന്നു, പക്ഷേ അവിടെയുള്ള അവളുടെ നായ അവളെ പെട്ടെന്ന് എതിരെ. യൂലിയ ഹോക്കിനോട് താൻ അവനെ മരിച്ചുവെന്നാണ് കരുതിയതെന്ന് പറയുന്നു. മുമ്പത്തെ കൂടിക്കാഴ്ചയിൽ അവൾ സഹായിച്ച അന്യഗ്രഹ ജീവി അവനായിരുന്നോ എന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ എല്ലാം തെറ്റിപ്പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ വീടിനകത്തേക്ക് പോകുന്നു. അവൻ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് അവർ സംസാരിക്കുന്നു. എവിടെയോ വെച്ച് ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ പോകേണ്ടതായിരുന്നുവെന്നും എന്നാൽ താൻ പ്രോട്ടോകോൾ ലംഘിച്ച് സൗളിൽ ഭൂമിയോട് അടുത്ത് താമസിച്ചുവെന്നും ഹോക്കിൻ അവളോട് പറയുന്നു. അവർ ചുംബിക്കുകയും ക്ഷയിക്കുകയും ചെയ്യുന്നു. അതേസമയം ഷൗൾ രൂപം മാറുന്നത് കാണുന്നു. ഇത് റോ ആയി മാറുന്നു. അടുത്ത ദിവസം രാവിലെ യൂലിയ അവളുടെ അച്ഛനെ വിളിച്ചിട്ട് ഹോക്കിന്റെ കൂടെയാണെന്ന് പറയുന്നു. ഇനി ഭൂമിയിൽ തനിക്ക് സ്ഥാനമില്ലെന്നും അതുകൊണ്ട് താൻ പോകുകയാണെന്നും അവൾ അവനോട് പറയുന്നു. ആരോടും പറയരുതെന്ന് അപേക്ഷിക്കുന്നു. എങ്കിലും ജനറൽ തന്റെ സൈനികരോട് അവളുടെ സിഗ്നൽ പിന്തുടരാൻ ഉത്തരവിടുന്നു. യൂലിയ അകത്തേക്ക് നടന്നു. അവിടെ ഹോക്കിൻ അവൾക്കായി പ്രഭാതഭക്ഷണവുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഹോക്കിനും യൂലിയും അകത്തുള്ള വീട് ഒരു ടാക്ടിക്കൽ യൂണിറ്റ് വാങ്ങിയിട്ടുണ്ട്. അവർ വീടിനുള്ളിലേക്ക് ഇരച്ചുകയറാൻ തയ്യാറെടുക്കുകയാണ്. ജനറൽ ലീവ് അവരോട് പിന്മാറാൻ പറയുന്നു. പക്ഷേ റോ അത് തടസ്സപ്പെടുത്തുകയും ജനറലിന്റെ പിന്മാറ്റാനുള്ള കൽപ്പന വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവായി മാറ്റുകയും ചെയ്യുന്നു. യൂണിറ്റ് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഹോക്കിൻ കുറച്ച് പട്ടാളക്കാരെ തുരത്തി ഓടിക്കുന്നു. പിന്നീട് അവരിരുവരും രക്ഷപ്പെടുന്നു. അവന്റെ കപ്പൽ പ്രവർത്തിപ്പിച്ച് നദിയിൽ അവരെയും കാത്തുകിടക്കുന്നു. ഹോക്കിൻ അകത്തേക്ക് ചാടുന്നു, പക്ഷേ യൂണിറ്റ് അവരെ പിന്തുടർന്ന് യൂലിയ കപ്പലിലേക്ക് കയറുമ്പോൾ വെടിവയ്ക്കുന്നു. ഹോക്കിൻ പറന്നുപോകുന്നു. പെട്ടെന്ന് അവർക്കുനേരെ ഒരു മിസൈൽ അയക്കാൻ ഉത്തരവ് വരുന്നു. എന്നാൽ ഹോക്കിൻ മിസൈൽ ആകാശത്ത് വച്ച് തന്നെ നശിപ്പിക്കുന്നു. കപ്പലിന് ഇപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ അത് ആകാശത്തിലൂടെ താഴേക്ക് വീണ് പുഴയിലേക്ക് പതിക്കുന്നു. ഹോക്കിൻ സോളിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, പക്ഷേ യൂലിയയ്ക്ക് സഹായം വേണമെന്ന് റോ പറയുന്നു. റോ സ്വിച്ചുകൾ പോരാത്ത മോഡിലേക്ക് മാറ്റി കപ്പലിലേക്ക് വെടിയുതിർക്കുന്നു. തിരികെ കേന്ദ്രത്തിൽ എത്തിയ ശേഷം ആർത്തോം കാവൽക്കാരനെ കബളിപ്പിച്ച് റോബോട്ടിനുള്ളിൽ കയറുകയും അത് മോഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അയാൾ നദിയിലെ ഒരു പാലത്തിൽ എത്തുമ്പോൾ കപ്പലിനു ശേഷം ഒരു യൂണിറ്റ് അവരെ വെടിവെച്ചിടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. കപ്പൽ വെള്ളത്തിലൂടെ ഒഴുകി നീങ്ങുന്നു, പക്ഷേ 2 ഹെലികോപ്റ്ററുകൾ അതിനെ വെടിവയ്ക്കുന്നു. അത് വെള്ളത്തിൽ നിന്ന് പറന്നുയർന്ന് വെള്ളം അതിന്റെ പിന്നാലെ വീഴുന്നു. അവസാനം അത് നിലത്ത് തകർന്നു വീഴുന്നു. ഹെലികോപ്റ്ററുകൾ സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. റോയിൽ നിന്ന് കൊലപാതകത്തിനുള്ള ഉത്തരവിനായി കാത്തിരിക്കുന്നു. അപ്പോൾ ആർത്തോമും റോബോട്ട് സ്യൂട്ടും അതിലൊന്നിലേക്ക് ചാടി അതിനെ കീറിമുറിച്ച് നശിപ്പിക്കുന്നു. നിലത്ത് ജനറൽ കപ്പലിലെത്തി യൂലിയെ അന്വേഷിക്കാൻ പോകുന്നു, പക്ഷേ അവളും ഹോക്കിനും രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ ആർത്തോമിനെ കണ്ടെത്തുമ്പോൾ അവൻ അവളെ ആംബുലൻസിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു. അവൾക്ക് പരിക്കേറ്റതായി കണ്ട ആർത്തോം അവൾക്കുവേണ്ടി ഒരു ഡോക്ടറെ കൊണ്ടുവരാമെന്ന് അവരോട് പറയുന്നു. നഗരത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അന്യഗ്രഹജീവികളാണ് ഇത് ചെയ്യുന്നതെന്ന് അവർ വെളിപ്പെടുത്തുന്നു. അദ്ദേഹം പ്രതികാരം ആവശ്യപ്പെടുന്നു. അതിന് ഉപപ്രധാനമന്ത്രി തെളിവുകൾ വേണമെന്ന് പറയുന്നു. അതിനാൽ അദ്ദേഹത്തിന് അത്തരം നടപടി സ്ഥിരീകരിക്കാൻ കഴിയും. ജനറൽ ലീവ് തൽക്കാലത്തേക്ക് പ്രത്യേക പ്രോട്ടോക്കോളുകൾ നടപ്പാക്കാൻ ആവശ്യപ്പെടുന്നു. അവരുടെ എല്ലാ ആശയവിനിമയത്തിനും അനലോഗ് സാങ്കേതികവിദ്യ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അദ്ദേഹം പറയുന്നു. ഉപപ്രധാനമന്ത്രി സമ്മതിക്കുന്നു. മാറ്റത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു. അതേസമയം ഹോക്കിനും യൂലിയും ആർത്തോമും അവൾക്ക് വെള്ളം വാങ്ങാനായി ഒരു കടയിലെത്തുന്നു. ഹോക്കിൻസ് അത് വാങ്ങാനായി അകത്തേക്ക് പോകുന്നു. അവിടെ അവൻ ശരിയായ വെള്ളം കണ്ടെത്തി പണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. എല്ലാവരുടെയും ഫോണുകൾ ഒരേ സമയം ശബ്ദിക്കാൻ തുടങ്ങുന്നു. കടയിലെല്ലാവരും യൂലിയെക്കുറിച്ചും ഒരു ഭീകരാക്രമണത്തെക്കുറിച്ചുമുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുന്നു. അവളെ കണ്ടെത്തുകയും ഇല്ലാതാക്കുകയും വേണമെന്ന് എല്ലാവർക്കും ഒരേ സന്ദേശം ലഭിക്കാൻ തുടങ്ങുന്നു. ഹോക്കിൻ കാറിലേക്ക് മടങ്ങുമ്പോൾ തൊട്ടടുത്ത കാറിലിരിക്കുന്ന ഒരു സ്ത്രീ യൂലിയെ തിരിച്ചറിയുന്നു. യൂലിയെ 1-ാം നമ്പർ പൊതുശത്രുവായി ചിത്രീകരിച്ച് യൂലിയെക്കുറിച്ചുള്ള അതേ വിവരങ്ങൾ ഉപയോഗിച്ച് ഡിജിറ്റൽ മീഡിയയെല്ലാം റോയുടെ വാർത്തകളിൽ നിറഞ്ഞു. ഗൂഗിളിനെ യൂലിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദർശിക്കുന്നു. അയാളുടെ അമ്മൂമ്മ ഉദ്യോഗസ്ഥനെ തിരിച്ചേക്കുന്നു. അവർ വാതിൽ അടച്ച ശേഷം അവൻ കൂട്ടുകാരെ എവിടെ ഒളിപ്പിച്ചു എന്ന് ചോദിക്കുന്നു. അവർ സഹമയിൽ ആയിരുന്നു. അടുത്ത നിമിഷം ആർത്തോമും ഹോക്കിനും യൂലിയെ വെള്ളത്തിൽ മുക്കുന്നു. ഹോക്കിൻ അവനോട് പറയുന്നു അവൾ ഇനി മനുഷ്യനല്ലെന്ന്. വേദന അവളെ മാറ്റുകയാണെന്നും അത് അവളെ അപകടകരമാംവിധം ശക്തയാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. റോയുടെ മരണം മറ്റെല്ലാവരെയും അവളുടെ ശക്തിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ നശിപ്പിക്കാൻ അത് ആഗ്രഹിക്കുന്നത്. പിന്നീട് ഗൂഗിളും ആർത്തോമും ഹോക്കിനെ മനഃപൂർവ്വം മദ്യപിപ്പിച്ച് ബോധമില്ലാതാക്കുകയും പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ആർത്തോം ഈ വിഷയത്തിൽ ഗൂഗിളിന് മറ്റു വഴികളില്ലാതെയാക്കുന്നു. അവരെത്തിക്കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന യൂലിയുടെ അച്ഛൻ അവരെ സ്വീകരിക്കും.
ഫറഥ തകരുന്നു. മകൾ എവിടെയാണെന്ന് അവനോട് പറയുന്നു. ഹോക്കിൻസിനെ അയാൾ അഭിമുഖീകരിക്കുകയും റോയുടെ കോർഡിനേറ്റുകൾ തന്നോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അത് ഹോക്കിൻസിന് മാത്രമേ അറിയൂ. ജനറൽ ഇവാനിയോട് യൂലിയെ കൊണ്ടുവരാൻ പറയുന്നു. പക്ഷേ മറ്റാരെയും അറിയിക്കാതെ അവളെ നേരിട്ട് തന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നും പറയുന്നു. നിരീക്ഷണാലയം റോ കണ്ടെത്തുന്നു. അതിനാൽ അടുത്ത നടപടിയെക്കുറിച്ച് ജനറൽ വൈസ് പ്രീമിയറുമായി ബന്ധപ്പെടുന്നു. അവർ അക്രമാസക്തമായി ഇടപെടാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടർന്ന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ആദ്യം ഒരു ഉപഗ്രഹം നശിപ്പിക്കേണ്ടതുണ്ട്. സൈനികർ റെല്ലമിന്റെ ഉപഗ്രഹം തകർക്കാൻ ഗൂഗിളിനെ അവിടേക്ക് അയക്കുന്നു. ഉപഗ്രഹം പ്രവർത്തനരഹിതമായാൽ അത് പുനരാരംഭിക്കുന്നതിനു മുമ്പ് അവർക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അവർ വൈസ് പ്രീമിയർക്ക് തങ്ങൾക്കില്ലെന്ന് നടിക്കുന്ന, എന്നാൽ വാസ്തവത്തിൽ തങ്ങൾക്കുള്ള ഒരു രഹസ്യായുധം ഉപയോഗിച്ച് റോയെ തകർക്കും. മറ്റൊരു വഴിയില്ലെന്ന് ജനറൽ അവനെ ബോധ്യപ്പെടുത്തുന്നു. അതിനിടെ യൂലിയ കുളിത്തൊട്ടിയിൽ ഉണരുന്നു. അവളുടെ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നു. ഇവാൻ വാതിലിൽ എത്തുമ്പോൾ അവൾ ഗൂഗിളിന്റെ അമ്മൂമ്മയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവൻ അവളെ എവിടേക്കോ കൊണ്ടുപോവുകയാണ്. റോ നശിക്കുന്നത് വരെ അവർ കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞതിനു ശേഷം അവർ സന്തോഷിക്കുന്നു. പക്ഷേ ജനറൽ വിശ്വസിക്കുന്നില്ല. ഈലിയൻ ബഹിരാകാശ വാഹനം നശിപ്പിക്കപ്പെട്ടുവെന്ന് ഉറപ്പാക്കാൻ അയാൾക്ക് ഒരു പൂർണ്ണ റിപ്പോർട്ടും ദൃശ്യസ്ഥിരീകരണവും വേണം. ഇവാൻ അവളെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിച്ചു കൊണ്ടുപോകുന്നു. അവൻ ഇപ്പോഴും അവളെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒടുവിൽ അവളെയും കൂട്ടി മന്ത്രാലയത്തിലേക്കും അവളുടെ അച്ഛന്റെയും മറ്റുള്ളവരുടെയും അടുത്തേക്കും പോകുന്നു. ഇവാൻ ജനറലിന്റെ പെരുമാറ്റത്തിൽ നിരാശനായി തൽക്ഷണം ജോലി രാജിവെക്കുന്നു. ഹോക്കിൻ റോയുമായി ആശയവിനിമയം നടത്താൻ ഫോൺ ഉപയോഗിക്കുന്നു. മനുഷ്യർ ഒന്നിനും അർഹരില്ലെന്ന് വിശ്വസിക്കുന്നതിനാൽ പ്രതികാരത്തിന് തയ്യാറാണെന്ന് അത് അവനോട് പറയുന്നു. റോ ഹാക്കിനോട് തിരികെ പറക്കാമെന്ന് പറയുന്നു. പക്ഷേ മനുഷ്യരാശിയിൽ വിശ്വസിച്ച് അവൻ അത് നിരസിക്കുന്നു. ശക്തമായ ബഹിരാകാശ പേടകം ഗ്രഹത്തിൽ നാശം വിതയ്ക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. ഇത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ടവർ ഉൾപ്പെടെ എല്ലായിടത്തുനിന്നും കാണാൻ സാധിക്കുന്നു. യൂലിയെപ്പോലെയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ തങ്ങളുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരോട് റാവിന് ദേഷ്യമുണ്ട്. ഇത് പള്ളിയുടെ കെട്ടിടങ്ങൾക്ക് ചുറ്റും ഒരു വലിയ ജലതാരികക്കുടം സൃഷ്ടിക്കുന്നു. ജനറൽ ഹോക്കിനോട് യൂലിയെ മേൽക്കൂരയിലുള്ള ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അദ്ദേഹം ആ താരികക്കുടത്തിൽ തന്നെ തുടരുന്നു. ഹോക്കിൻ ജനറലിന്റെ അടുത്തേക്ക് മടങ്ങിവന്ന് ഷട്ടിലിനായി ആവശ്യപ്പെടുന്നു. തോക്കുമായി അവളെ പിന്തുടരുന്നത് ഒരു വൺവേ യാത്രയാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. ആർത്തോം അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾക്ക് വെടിയേൽക്കുന്നു. അവരെ വെള്ളം വളയാൻ തുടങ്ങുന്നു. പക്ഷേ ഇവാന് ധൈര്യം നഷ്ടപ്പെട്ടു. വെള്ളം അവരെ മൂടുന്നു. ഹോക്കിൻ റോയിയോട് അടുത്തടുത്ത് വരുന്നു. ഒടുവിൽ കപ്പലിനെ വെള്ളത്തിനടിയിലൂടെ അതിവേഗം അതിലേക്ക് അടുപ്പിക്കുന്നു. യൂലിയുടെ കൈവള സജീവമാവുകയും ഹോക്കിൻ അതിനടുത്തേക്ക് എത്തുമ്പോൾ തന്നെ അത് റാവിന് നേരെ വെള്ളം ചീറ്റുകയും ചെയ്യുന്നു. യൂലിയ റോയെ വെള്ളത്തിൽ നിന്ന് വലിച്ചുകയറ്റുന്നു. അവനെ കണ്ടതും സൈനിക ഹെലികോപ്റ്ററുകൾ അവനു നേരെ വെടിയുതിർക്കാൻ തുടങ്ങുന്നു. യൂലിയ കപ്പലിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. സൈന്യം അതിലേക്ക് ഒരു മിസൈൽ എറിയുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് വെള്ളം താഴാൻ തുടങ്ങുന്നു. ആളുകൾ ശ്വാസമെടുക്കാൻ മുകളിലേക്ക് വരുന്നു. ജനറൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. റോ മരിക്കുമ്പോൾ ഹോക്കിൻസിന്റെ കപ്പൽ ശേഷിക്കുന്ന വെള്ളത്തിൽ പിന്നോട്ട് തള്ളപ്പെടുന്നു. അവൻ യൂലിയുടെ അടുത്തുള്ള മേൽക്കൂരയിൽ പ്രത്യക്ഷപ്പെടുന്നു. അന്യഗ്രഹ ഭീഷണി നശിപ്പിക്കപ്പെട്ടു. വീണ്ടും ദിനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ ജനറൽ തന്റെ മകൾക്കായി ഒരു വ്യാജ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. പിന്നീട് ഒരു ഹെലികോപ്റ്റർ കാമേഗയ്ക്ക് മുകളിലൂടെ പറക്കുന്നു. ഒരാൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നായുമായി നടന്നുപോകുന്നു. അത് ഒരു പ്രത്യേക സ്ഥലം ട്രാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അവിടെ എത്തുമ്പോൾ അയാൾ യൂലിയെയും ഹോക്കിനെയും കണ്ടെത്തുന്നു. അവർ ആലിംഗനം ചെയ്യുന്നു. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ അത്ഭുതപ്പെടുന്നു. യൂലിയ വെള്ളത്തിൽ തൊടുന്നു. താഴെ നിന്ന് ഒരു ബഹിരാകാശ പേടകം പ്രത്യക്ഷപ്പെടുന്നു.